ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, നമുക്കിന്ന് നല്ല കളർഫുള്ളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. ചോറിന് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല ചൂട് ചോറാണെങ്കിൽ വായിൽ കപ്പലോടും, പറയാതിരിക്കാൻ വയ്യ. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് വാടി തളർന്ന ഒരു ബീട്രൂട്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, നമുക്ക് അതിനെ അരിയാനോ ഒന്നും ഭയങ്കര പാടാണ്, ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടായിട്ട് നമുക്ക് ഒത്തിരി കറി വെക്കാനായിട്ടത് കിട്ടുകയില്ല. എന്നാൽ പിന്നെ ഇതിനെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അതിനെ ഒരു ചമ്മന്തിയിലേക്ക് ഒന്ന് മാറ്റിയേക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നെങ്കിൽ നമുക്കതിനെ എന്താ പറയുക, കൊത്തി അരിഞ്ഞെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരി മടിയുള്ള ആളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചു കേട്ടോ. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ല കുനുകുനാന്ന് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതവിടെ എങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്ത വഴി നമുക്ക് ചമ്മന്തി അരിക്കാൻ മെയിനായിട്ട് വേണ്ടത് എന്താ? തേങ്ങയല്ലേ. നല്ല തേങ്ങ നന്നായിട്ട് ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലിപ്പം, നല്ല വാളംപുളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, നല്ല ചുട്ട മുളക്, നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി വെച്ച് നോർത്തുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും ചുട്ടരച്ച മുളകിന് വേറൊരു ടേസ്റ്റാണ്. അതും ഇനി ചമ്മന്തി അരിക്കുമ്പോൾ അത് കല്ലിലാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട, ശരിയല്ലേ? എന്നാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ കൂട്ടി കുറച്ച് കുറച്ചായിട്ട് ഈ കല്ലിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ മുളക് നമ്മൾ അരയ്ക്കുമ്പം അത് തനിയെ അരയ്ക്കാതെ ഇത്തിരി തേങ്ങായോ എന്തെങ്കിലും വെച്ചിട്ട് അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമുണ്ടാകും. ഇല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അകത്തെ അരി ഉണ്ടല്ലോ, ഈ മുളകിൻ്റെ അരി, അതൊക്കെ അരഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി തേങ്ങായും കൂടെ കൂട്ടി അരയ്ക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തേങ്ങായും മുളകും എല്ലാം കൂടെ അരച്ചതിന് ശേഷം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ ബീട്രൂട്ടും കൂടെ കൂട്ടിയിട്ട് ഇടവിട്ട് അങ്ങോട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട, ആ ഒരു ചമ്മന്തിപ്പരി ഉണ്ടല്ലോ. അപ്പോൾ ബീട്രൂട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി പേസ്റ്റ് പോലെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി തേങ്ങായും കൂടെ കൂട്ടിച്ചേർത്ത് അരച്ചെടുത്താൽ മതിയാവും. അതെ, നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്ന ലാസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ എപ്പോഴേലും ചേർത്താൽ മതി. എങ്ങനെയാണെങ്കിലും നമ്മളിതെല്ലാം കൂടെ അരച്ച് വരുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും പാകമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അതാ നോക്കിയേ, നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ചമ്മന്തിയുടെ ഒരു ഭാഗം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് എന്താ പറയുക, തോണ്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്കാക്കി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മൾ ഈ ഇതെല്ലാം കൂടെ അരച്ചതിന് ശേഷം ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത്തിരി പുളി, ഇഞ്ചി അങ്ങനെയുള്ളതെല്ലാം ആദ്യം അരച്ചു, പിന്നെ ഉള്ളി അരച്ചു, അങ്ങനെയൊക്കെ പല രീതിയിലായിട്ടാണല്ലോ അരച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ കല്ലിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ തന്നെ എടുക്കണം. അതേമറിച്ച് മിക്സിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും ഒരുപോലെ ആവും കേട്ടോ. അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഒരിത്തിരി എണ്ണ, നമ്മുടെ അതായത് വെളിച്ചെണ്ണയായിരിക്കും നല്ലത് കേട്ടോ, ഒഴിച്ചു കൊടുത്തോളുക. അതിലേക്ക് സ്വല്പം കടുക് ഒന്നിട്ട് കൊടുത്തോളുക കേട്ടോ. അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തോളുക, ഒന്ന് ഇളക്കി കൊടുത്തോളുക. അതൊന്ന് കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്നിടം വരെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വറ്റൽമുളക് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി അരച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കാത്തത് ഈ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് പിന്നെ എരിവാണെന്ന് പറയും. ഇവിടുത്തെ വറ്റൽമുളകിന് ഭയങ്കര എരിവാണേ. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റേതായ ആവശ്യമില്ലല്ലോ. പക്ഷേ ഒരു നല്ല സ്വാദാണ് കേട്ടോ വറ്റൽമുളക് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക. മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, കൈവിടാതെ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കരിഞ്ഞ് പിടിക്കാതെയും ഒക്കെ ഇരിക്കണം. കാരണം വെള്ളമോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടാൻ പാകത്തിനാണ്. അത് നോക്കിയേ, നമ്മൾ ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതിയാവും. അതായത് അതിൻ്റെ ആ ഒരു ചെറിയ പച്ചമണം, എന്നാൽ ഒത്തിരി അങ്ങ് മാറുകയും വേണ്ട, ചമ്മന്തിയുടെ രുചിയെ അങ്ങ് മാറിപ്പോകും അങ്ങനെ മൊത്തത്തിൽ അങ്ങ് മാറിക്കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കടുകൊക്കെ പൊട്ടിച്ച്, പൂർണ്ണമായിട്ട് കടുക് പൊട്ടിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ അതാ നോക്കിയേ, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇച്ചിരി കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ നല്ല ചൂട് ചോറ് എടുത്തിട്ട് വിറകി കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ.